കായംകുളം കൊച്ചുണ്ണി അല്ലെങ്കിൽ കൊച്ചുണ്ണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരും മനസ്സിൽ ഓടി വരുന്ന ഒരു മുഖമുണ്ട്. അത് മണിക്കുട്ടന്റെ ആണ്. അതിലെ മണിക്കൂട്ടന്റെ ആക്ഷൻസ്, ആ ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമായത്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു യങ് വൈബ്രന്റ് ഒരു ഹീറോ വരുന്നു, മാസ് ഡയലോഗ് പറയുന്നു, അഭ്യാസങ്ങൾ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെയായിരുന്നു കായംകുളം കൊച്ചുണ്ണിയിലേക്കുള്ള ഒരു വരവ്? പണ്ട് എന്റെ സ്കൂളിൽ ടീച്ചർമാർ എപ്പോഴും പറയുമായിരുന്നു, നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടാ. അന്നൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഒരു 2000 പേര് ഈ സ്ക്രീൻ ടെസ്റ്റിന് വന്ന സമയത്ത് കൊച്ചുണ്ണിയായിട്ട് എന്നെ സെലക്ട് ചെയ്തപ്പോഴാണ് 2000 പേര് കാരണം ആ സീരിയലിന്റെ അത് അങ്ങനെയായിരുന്നു, ഒരു അനൗൺസ്മെന്റ് ഒക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഷമ്മിച്ചേട്ടനായിരുന്നു അതിന്റെ ആദ്യകാലം ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെൽക്കം. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി ഇപ്പം നമ്മൾ ഏത് കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് ചുമ്മാ രസത്തിൽ എന്തെങ്കിലും മോഷ്ടിച്ചു, നീ എന്താ മോഷ്ടിച്ചുണ്ടോ, കായംകുളം കൊച്ചുണ്ണിയാ. അപ്പം അങ്ങനെ ഓമനത്വത്തോടു കൂടി പറയുന്ന ഒരു പേരാണ് കായംകുളം കൊച്ചുണ്ണി. അപ്പം അതുപോലെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയത് അതിൻ്റെ ഒരു സീരിയസ്നെസ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ചോദിക്കും, എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, എല്ലാത്തിനേക്കാൾ വലിയ ഭാഗ്യം ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോഴും പലരും വന്ന്, ഒരു തലമുറയിലെ പലരും വന്ന് പറയുന്നു കൊച്ചുണ്ണി എന്നുള്ള കഥാപാത്രം, കൊച്ചുണ്ണി എന്ന പേര് വെക്കുമ്പോൾ മണിക്കുട്ടനെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞു താങ്ക് യു. അതിൽ അതായത് ഒന്നാമത് സീരിയലാണ്, നമുക്ക് അധികം ഗ്രാഫിക്സ് ഒക്കെ കാണിക്കാനോ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതേ ആ സീരിയലിൽ നിന്നുകൊണ്ട് ഒരു ഡ്യൂപ്പ് ഇല്ലാതെ, ഒരു ഗ്രാഫിക്സ് ബാക്കി എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് ഫൈറ്റ് ചെയ്യുന്നു, ചാടുന്നു, മതിൽ കടക്കുന്നു, അങ്ങനെ ഭയങ്കര അഭ്യാസങ്ങളായിരുന്നു. അങ്ങനെ ഭയങ്കര ഫീമെയിൽ ഫാൻ ഫോളോവേഴ്സ് അന്ന് തന്നെ ഉണ്ടായിരുന്നു മണിക്കൂട്ടിന്. എന്നിട്ട് 16 വർഷമായിട്ട് ഞാൻ കല്യാണം കഴിക്കാതിരിക്കുന്നു. എല്ലാ ഇന്റർവ്യൂലും ഭയങ്കര, എന്റെ കൂട്ടുകാരികൾ ഭയങ്കര ഫാൻസ് ആയിരുന്നു, ഭയങ്കര ഇത് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ